തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഭരിക്കുന്ന മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് സഹകരണ സംഘം പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ആ പേര് മാഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. അവിടെയാണല്ലോ കഴിഞ്ഞ ദിവസം നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതുകൊണ്ട് മാധ്യമപ്രവർത്തകൻ കൂടിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായ ആനാട് ശശി ആത്മഹത്യ ചെയ്തത്. സ്വന്തം പാർട്ടിക്കാരനായ ഒരു മാധ്യമപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിട്ടും ഈ പണം കൊടുക്കാതിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മനസാക്ഷിക്കുത്തുമില്ല എന്നതാണ് വസ്തുത. ഒരക്ഷരം പോലും അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് മിണ്ടാനോ ഇതുവരെ പറ്റിയിട്ടുമില്ല. മൗനം തുടരുക തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, മാധ്യമപ്രവർത്തകർക്കും കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നുമില്ല, കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ഇന്നലെ മനോരമ നോക്കിയപ്പോൾ എല്ലാവരെയും ജനറലൈസ് ചെയ്തുകൊണ്ടൊരു ലേഖനം കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതായത് ഇത്തരത്തിലൊരു അവരുടെ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണല്ലോ മരണപ്പെട്ടത്, അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരും പുണ്യാളന്മാരൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം കാണാൻ കഴിഞ്ഞു. അതിനിടയിൽ ഈ രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിലെ തട്ടിപ്പിനെ കുറിച്ചൊന്ന് പരാമർശിച്ചു പോകുന്നതും കണ്ടു. ഇങ്ങനെയൊക്കെയാണ് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കുന്നത് ആ വാർത്തയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, നോക്കാം ഇന്നെന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ സാരംഗ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് നേതൃത്വത്തിന് മൗനം തന്നെയാണല്ലോ സാരംഗ് ഈ വിഷയത്തിൽ. ഒന്നും മിണ്ടാനില്ല, മാധ്യമങ്ങൾക്കാകട്ടെ ഒന്നും ചോദിക്കാനുമില്ല. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനാട് ശശിയുടെ മരണത്തിൽ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലുമുള്ള നടപടികൾ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിശദീകരണം നൽകാനോ അങ്ങനെ ഒരു തരത്തിലും ഈ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ വലിയ കോടികളുടെ തട്ടിപ്പ് ഈ സഹകരണ സംഘത്തിൽ നടന്നിട്ട് പോലും അതിനെക്കുറിച്ച് പോലും ഒരക്ഷരം പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഒരക്ഷരവും മിണ്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇത്ര ദിവസം, അതായത് ഈ ശശിയുടെ, അതായത് ആനാട് ശശിയുടെ മരണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് പോലും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തിനായാലും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്കിലേക്ക് അല്ലെങ്കിൽ ഈ സഹകരണ സംഘത്തിലേക്ക് ഈ നിക്ഷേപകരുടെ തന്നെ വലിയ പ്രതിഷേധം ഈ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ നിക്ഷേപം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപ തുക ഇതുവരെയും തിരികെ അല്ലെങ്കിൽ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഈ ബാങ്കിലേക്ക് പലരും, അതായത് സാധാരണക്കാരാണ് പലരും, അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി, ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ കല്യാണം തുടങ്ങി അങ്ങനെയുള്ള ആരോഗ്യം, ചികിത്സ തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപ തുക നൽകിയവരാണ്. അപ്പോൾ അവർ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ആവശ്യം വരുമ്പോൾ, ഈ തുക ആവശ്യം വരുമ്പോൾ, ഈ തുക ആവശ്യപ്പെടുമ്പോൾ അത് നൽകാൻ സാധിക്കാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ്. പലരും കുടുംബാംഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ട്. എന്നിട്ട് പോലും, അതായത് ഇത്രയും ഈ ഒരു പരിസമാപ്തിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക്, ഗുരുതരമായൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് പോലും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുടെ സങ്കടങ്ങളോ കാണാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തിനായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ആനാട് ശശിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ DCC അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ പരാതി നൽകുന്നത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന സമിതി അംഗമാണ് AH ഹഫീസാണ് പരാതി നൽകിയത്. ഇതിലും പ്രധാനമായി ചൂണ്ടുന്നത് ഈ പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ, ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഈ കേസിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരുടെയൊക്കെ അറിവോടുകൂടിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്നാണ് ഈ വസ്തുതകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് തന്നെ ഈ സഹകരണ സംഘത്തിലെ മുൻ പ്രസിഡന്റായിരുന്ന മോഹനൻ ഇത്തരത്തിൽ ഈ പാലോട് രവി ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന സമയത്ത് പാലോട് രവിയുടെ സ്റ്റാഫ് അംഗമായിരുന്നു. അതുപോലെ അവർ തമ്മിൽ വലിയ വ്യക്തിബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന കാര്യം, പാലോട് രവിയുടെ സഹോദരൻ്റെ പുത്രനും സഹോദരിയുടെ പുത്രനും ഇത്തരത്തിൽ ഈ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്. ഇതിൽ സഹോദരൻ്റെ പുത്രൻ ദിനു ചന്ദ്രനെതിരെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ 4ാം പ്രതിയാക്കിക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത്. 2 കോടിയോളം രൂപ ഈ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത് ഈ ദിനു ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി രാജ്യം വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ അന്വേഷണം വേണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ പരാതി സമർപ്പിച്ചെങ്കിലും തുടർ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ നടപടികൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ പരാതിക്കാരൻ പറയുന്നത് ഇത്തരത്തിൽ ഈ വസ്തുതകൾ അന്വേഷിക്കണം, അല്ലാതെ ഈ പാലോട് രവിയെ പിടിച്ച് നേരിട്ട് അറസ്റ്റ് ചെയ്യുകയോ മറ്റോ അല്ല വേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ പാലോട് രവിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളുടെ ഉൾപ്പെടെ ഈ മൊഴി രേഖപ്പെടുത്തണം. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കോടികളോളം വരുന്ന നിക്ഷേപ തുകയാണ് തട്ടി എടുത്തിട്ടുള്ളത് ഈ സംഘം. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന കാര്യം, ഇത്തരത്തിൽ ഈ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ തട്ടിയെടുത്തിട്ടുള്ള ഫണ്ടുകൾ പലരും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പോലും, അതായത് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ വിവരങ്ങളൊക്കെ തന്നെ പറയുന്നതും ഈ നിക്ഷേപകർ തന്നെയാണ്. നിക്ഷേപകർ പറയുന്നത് ഈ നേതാക്കൾ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വീട് കെട്ടിപ്പടുത്തുയർക്കുന്നതിന് വേണ്ടി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ബാങ്കിൽ നിന്ന്
പണം എടുക്കുന്നു എന്നുള്ളതാണ്. ഈ ബാങ്കിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം മതിയായ ഈടില്ലാതെ പലർക്കും, അതായത് ഇത്തരത്തിൽ ഈ കമ്മീഷൻ പ്രതീക്ഷിച്ചുകൊണ്ട്, ഭീമമായ തുക കമ്മീഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് പലർക്കും മതിയായ ഈടുകളില്ലാതെ അല്ലെങ്കിൽ രേഖകളില്ലാതെ ഈ തുക നൽകി. തുക ലഭിച്ചവരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുക മാറ്റി അല്ലെങ്കിൽ തിരിച്ച് ഈ തുക സഹകരണ സംഘത്തിലേക്ക് തന്നെ അടക്കാതായതോടുകൂടി ഇത്തരത്തിൽ ഈ ബാങ്ക് വലിയ തകർച്ചയിൽ നേരിട്ടു. അതോടുകൂടി തന്നെ ഈ ബാങ്കിൻ്റെ അടിത്തറ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതായത് 2004 ഈ ബാങ്ക് രൂപം കൊള്ളുന്നതെങ്കിൽ പോലും ആ സമയം മുതൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിവിധ തട്ടിപ്പുകളാണ് നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാലും വിശദമായ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഈ പാലോട് രവിക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു.